ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റ് അഴിമതി കേസിൽ മുൻ മന്ത്രി CV പത്മരാജന്റെ ഹർജിയിൽ വിജിലൻസിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. വിചാരണ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശ്യാം ദേവരാജുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നുൾപ്പെടെ പത്മരാജന് ഇളവ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്താണ്? വിനിത വേണു, 1993 ഡിസംബർ മാസം 14 ഈ ബ്രഹ്മപുരത്ത് 4 ഡീസൽ ജനറേറ്ററുകൾ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു കരാർ ഒപ്പിടുന്നത്. അത് പിന്നീട് വിവാദമായിരുന്നു. സംസ്ഥാന ഖജനാവിന് ഏതാണ്ട് 5.5 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് ഈ കേസ്. വിജിലൻസ് ആണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. ഏതാണ്ട് 31 വർഷം പഴക്കമുള്ള കേസാണ്. ഈ കേസിലെ 5ാം പ്രതിയാണ്. ഈ കേസിലാകെ 14 പ്രതികളുണ്ട്. 14 പ്രതികളുടെയും വിടുതൽ ഹർജി നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി, വിചാരണ കോടതി തള്ളിയിരുന്നു. കേസിലെ 5ാം പ്രതിയാണ് കോൺഗ്രസ് നേതാവും ഒപ്പം മുൻ മന്ത്രിയുമായ CV പത്മരാജൻ. പത്മരാജൻ ഇക്കാര്യത്തിൽ ഈ വിചാരണ നടപടികൾ ഉൾപ്പെടെയുള്ളവ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതിലാണ് വിജിലൻസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ഹർജി അടുത്ത മാസം 27 പരിഗണിക്കുകയും ചെയ്യും. കേസിൽ പ്രതിചേർക്കപ്പെട്ട CV പത്മരാജനാണ് ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഇതിൽ CV പത്മരാജന് നിലവിൽ 93 വയസ്സുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ കോടതിയിൽ വിചാരണ സമയത്ത് നേരിട്ട് ഹാജരാകാനാകില്ല എന്ന് കോടതി അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ അതായത് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ, വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ CV പത്മരാജന് ഹൈക്കോടതി ഇളവ് നൽകിയിട്ടുണ്ട്. ശരി ശ്യാം, വിവരങ്ങൾ നൽകി.